ഹായ് ഡിയോസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു തീമുണ്ടല്ലോ, ഈ ഒരു തുമ്പി, അത് നമ്മുടെ കസ്റ്റമർ അയച്ചു തന്നാണ് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെ ഒരു ക്ലോത്തിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഫോണിൽ നമുക്കൊരു ആപ്പ് ഉണ്ട്, പേപ്പർ കോപ്പി എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ അതെല്ലാം എടുത്തിട്ടുള്ളത്. അത് എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ലൈറ്റ് ഓഫ് ചെയ്യുക, അതുപോലെ ഷെയ്ക്ക് ചെയ്യുക ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാനത് എൻ്റെ ഫോണിലായിരുന്നു. അതപ്പോൾ അതിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഫോണിലാണ് ഞാൻ ഈ ഒരു ഡെമോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ എന്താണോ കസ്റ്റമർ നമുക്ക് അയച്ചു തന്നത് മോഡൽ പിക്ക്, അത് ഇതുപോലെ നമുക്ക് ഒരു പേപ്പറിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് പിന്നെ നമുക്ക് ഏത് മോഡൽസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതുപോലെ ചിത്രം വരച്ച് ചെയ്യാവുന്ന മോഡൽസ് മാത്രമേ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്യുക, ഇത് സൂം ചെയ്യുക, അത് ആ ഒരു പ്രശ്നം നമുക്ക് പേപ്പർ കോപ്പി എന്നുള്ള ആപ്പിൽ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അത് ലോക്കാക്കി കഴിഞ്ഞാൽ പിന്നെ സ്ക്രീൻ ഓഫ് ആവുകയൊന്നും ചെയ്യില്ല. ഞാനിത് കുറച്ച് റിസ്ക് എടുത്ത് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് ഞാനിന്ന് ഇതിവിടെ സെറ്റ് സാരിയിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇത് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കാർബൺ പേപ്പറിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ചെയ്ത പിക്ചർ ഉണ്ടല്ലോ, ആ പിക്ചർ നമ്മൾ കാർബൺ പേപ്പറിന് മുകളിലായിട്ട് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഏത് ക്ലോത്താണോ ചെയ്യുന്നത് ആ ക്ലോത്ത് താഴെ വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് അതും കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒട്ടുമിക്ക വർക്കുകളും ഞാനിങ്ങനെ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് കേട്ടോ ചെയ്യാറ്. ഇതുപോലെ പേപ്പർ കോപ്പി ചെയ്യാറില്ല. കാരണം നമ്മൾ ത്രെഡ് വർക്കൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാ വർക്കുകളും നമുക്ക് ഇതുപോലെ വർക്ക് പേപ്പർ കോപ്പി ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് എല്ലാം ഒരുപോലെ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഓരോ ഫ്ലവേഴ്സും ഓരോ രീതിയിലാണ്. അപ്പോൾ നമുക്കതിനുള്ള ഒരു ചിത്രം നമുക്ക് അവൈലബിൾ ആയിട്ട് വരില്ല. ഇപ്പോൾ ഇതുപോലുള്ള കട്ട് ബീഡ്സ് വർക്ക്, അതുപോലെ സീക്വൻസ് വർക്ക് അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സിലോ അങ്ങനെ ഇതുപോലുള്ള വേറെ ഏതെങ്കിലും ആനിമൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പേപ്പർ കോപ്പി ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരേ സെയിം നമ്മളിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഫ്രീ ഹാൻഡായിട്ട് ഇപ്പോൾ ഇത് ഈ പിക്ചർ നമുക്കറിയാലോ, ഇതിപ്പോൾ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാമല്ലോ എന്നുള്ള ലെവലിൽ നമ്മളിതുപോലെ ഒരു ക്ലോത്തിൽ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പിക്ചർ വരുമ്പോൾ നമ്മളിതുപോലെ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ചെറിയൊരു ഡിഫറൻസ് എന്തായാലും വരും കേട്ടോ. നമ്മൾ തന്നെ സ്വയം ചെയ്തതാണെങ്കിൽ പോലും ഒന്നെങ്കിൽ അതിൻ്റെ ലീഫ് വലുതാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ലീഫ് ചെറുതാവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് എന്തായാലും വരും. അപ്പോൾ നമുക്ക് വരച്ച് നിൽക്കുമ്പോൾ കാണില്ല, പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ നമുക്കത് തമ്മിൽ വെച്ച് നോക്കുമ്പോഴായിരിക്കും അതിന് ഡിഫറൻസ് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് തോന്നും പിന്നെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും കേട്ടോ. ഈ ഒരു വേളുള്ളപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ. ഞാനിതിന് എടുക്കുന്നത് ഈ ഒരു കട്ട് ബീഡ്സ് വർക്കും പിന്നെ പിറ്റാ വർക്കിൻ്റെ ഒക്കെ മെറ്റീരിയലാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വിടാം. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു 2 വേ ഓഫ് മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വേ ഓഫ് മെത്തേഡ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ച ഒരു പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ ഇതുപോലെ തന്നെ ഫോണിൽ വേണമെങ്കിൽ ചെയ്ത് വെക്കാം കേട്ടോ. ഫോണിൽ ചെയ്ത് വെച്ച ഈ നമ്മളെ ഈ കോപ്പി പേസ്റ്റ് ചെയ്തത് അത് ഈ ക്ലോത്തിൽ ഇതുപോലെ അടിയിലായിട്ട് വെച്ച് കൊടുത്താൽ നമ്മുടെ അതേ പിക്ചർ മുകളിൽ ഇതുപോലെ കാണും കേട്ടോ. നമ്മൾ കണ്ണാടിയിലൊക്കെ കാണുന്ന അതേ ഫീൽ തന്നെ കാണും. ഇത് നമുക്കിപ്പോൾ ഇനി ഈ ഒരു ക്ലോത്തിലായതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത് കാണുന്നത് എന്നുള്ളത് ചിന്തിക്കും കേട്ടോ. നമുക്ക് ഏത് ജോർജറ്റ് മെറ്റീരിയൽ ആണെങ്കിലൊക്കെ നമുക്ക് കാണും, കട്ടിയുള്ള ക്ലോത്തിലാണെങ്കിൽ നമ്മൾ കാണില്ല കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്ത പോലെ മറ്റേ കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന് എന്തിനാണ് നമുക്ക് മെത്തേഡുകൾ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ വരച്ചത് അതുപോലെ തന്നെ ഇതുപോലെ പേസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിൽ യൂസ് ചെയ്യുന്ന പെൻസിലൊക്കെ യൂസ് ചെയ്യാം. ഞാനിത് സാധാ പെന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് നമ്മളതിൻ്റെ മുകളിലായിട്ട് എന്തായാലും വർക്ക് ചെയ്യണം, അപ്പോൾ അതൊന്ന് കവർ ചെയ്ത് പോവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഇങ്ങനെ സാധാ നോർമൽ പെന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പിക്ചർ എങ്ങനെയാണ് ക്ലോത്തിൽ പേസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അതിൽ 2 മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അത് 2 സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കല്ലേ. നമ്മുടെ പിക്ചർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഡ്രസ്സിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.